കഴിഞ്ഞ 3 സിനിമയും ആക്ഷൻ ഫിലിംസ് ആയിരുന്നു. അടുത്ത സിനിമയിലെങ്കിലും നമുക്ക് വേറൊരു ജോണർ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അറിയില്ല. അടുത്തപ്പോൾ എന്തിനോട് ഇൻട്രസ്റ്റ് അത് ചെയ്യും. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറയണ്ടായി ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ പേഴ്സണൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. യെസ്. ഒരു സിനിമയിൽ പോലും റൊമാൻറ്റിക് ആയ ഒരു ആംഗിള് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അല്ല, നിങ്ങളുടെ ആ ഒരു ആംഗിൾ എന്താണെന്ന് അറിയാനാ. ഇതുവരെ കേട്ടിട്ടില്ല. അഥവാ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ആർട്ടിക്കിൾ നല്ല റീച്ച് കിട്ടും. ഈ ചോദ്യം കുറച്ച് പേഴ്സണൽ അല്ലേ? ഓഫാക്കി. എടാ, നമ്മൾ കുറച്ചായി പരിചയം. കഴിഞ്ഞ വർഷം ഇൻ്റർവ്യൂ എടുത്ത ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പണി പോകും. അതുകൊണ്ടാ. എടാ, ഒന്നാമത് എൻ്റെ കാര്യങ്ങൾ വളരെ മോശമാണ്. പിന്നെ എൻ്റെ ആണൊരു കഥയും ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ് പറയോ? ആ, ഒരു സ്റ്റോറി ഉണ്ട്. പോട്ടെ. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഞാനന്നത് സ്ക്രിപ്റ്റ് ആക്കുകയും ചെയ്തു. നിനക്കത് മതിയാവും. ഒരു 5-6 പേജേ കാണും. കാണിച്ച്. ഡാടാ, എന്താടാ രാവിലെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക്? ഒന്നുമില്ലടാ, നീ വന്നിട്ട് കുറേ നേരമായോ? ആ, ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. സിഗരറ്റ് ഉണ്ടോ? താടാ. ഇല്ലടാ. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? എന്തോ സീനുള്ള പോലെ. ഒന്നുമില്ല. നമ്മളോടൊന്നും പറയാൻ പറ്റാത്ത പറയാടാ. അതെ, ഇന്നവളുടെ ബർത്ത്ഡേയാ. തീൻ തന്നെ. എന്നിട്ട് എന്താ അവൻ ഇന്നലെ രാത്രി തൊട്ട് തപ്പ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ ഒന്നും കിട്ടുന്നില്ല. ഡ്രസ്സ് എടുത്ത് കൊടുത്താലോ? ഡ്രസ്സ് എൻ്റെ ഒരു ബാക്കപ്പ് പ്ലാനാണ്. എന്തായാലും പെരുന്നാൾ വരില്ലേ, എനിക്ക് എന്തായാലും ഡ്രസ്സ് എടുക്കണം. ആ കൂട്ടത്തിൽ അവൻ കൂടെ എടുക്കാൻ വെച്ചിട്ട്. പക്ഷേ എനിക്കതിലുള്ള വേണ്ട. ഫണ്ടും അറേഞ്ച് ചെയ്യാം. എനിക്കെന്താ വേണ്ട അറിയോ? ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എനിക്ക് ആ മൊമെൻ്റ് അങ്ങ് ഒന്ന് മെമ്മറബിളോ? അതാ. വാ, നമുക്കെന്നാ ഇപ്പോൾ പോയി നോക്കാം. നീ ഫ്രീ ആണോ? എനിക്കറിയില്ല ഇപ്പം എന്താ പണിയുള്ളത്. അങ്ങനെയാണെ പോവാം. എന്നാ വാ, പോയി നോക്കാം. പിന്നെ ഇപ്പം പറഞ്ഞ പുറത്തായിട്ട് പറയണ്ട. ഞാൻ ആരോടും പറയുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, വാ പോവാ. ഇത് കൊള്ളാം. പക്ഷെ അവൾക്ക് വൈറ്റ് ഇഷ്ടപ്പെടുമോ? അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? അതൊന്നും എനിക്കറിയില്ല. ഏതെങ്കിലും കളറൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. നീ പിന്നെ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? ഡാ ആകെ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ഒരാഴ്ച ആയിട്ടുള്ളൂ. അവൾക്ക് ജനിച്ച് ഹോസ്പിറ്റൽ അറിയാം, ഇതറിയില്ല. സൈസ് അറിയോ? സൈസ് അറിയില്ല. എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ, ഒരു ഐഡിയ ഇല്ല. ഈ ടെൻഷൻ അടിക്കല്ലേ, എന്തേലൊക്കെ വഴി ഉണ്ടാവും. വേറെ നീ നോക്കണോ? വേറെന്ത്? എന്നാ നമുക്ക് പടക്കം പൊട്ടിച്ചാലോ? വലിയ ഗ്രാൻഡായിട്ട് വേണ്ട, സിമ്പിൾ സാധനം. സംഭവം മൂടാവും. സാധനം മൂടാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കുക, പടക്കം പൊട്ടുക, നീ ഹാപ്പി ബർത്ത്ഡേ പറയുക. സംഭവം അടിപൊളിയായിരിക്കും. സംഭവം നൈസാവില്ലേ? മെമ്മറി ആയിക്കൂലേ? മൂടാവില്ലേ? മൂടാ. പൊട്ടിക്കാം. പൊട്ടിച്ചാലോ? പെടച്ചാലോ? എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ തമ്മിലുള്ളത് എന്തായാലും ഒരു ദിവസം എൻ്റെ ചെയ്യും. അതറിഞ്ഞിട്ടും ഇങ്ങനെ പോകുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എടാ, ലൈഫിലൊന്നും പെർമനൻ്റ് അല്ലല്ലോ. നത്തിങ് ലാസ്റ്റ് ഫോർ എവർ. ഞാനത് അത്ര കണ്ടുള്ളൂ. അതൊക്കെ, പക്ഷെ ഇതിൻ്റെ എൻ്റെ അത്ര നന്നായിരിക്കില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതാ ഞാൻ. നീ പറയുന്നത് കുറേ ശരിയാണ്. പക്ഷെ നീ ഇതിങ്ങനെ ഒന്ന് ആലോചിച്ചോക്ക്. ഒരിക്കലും നടക്കാത്തൊരു ഭാവിയെ കളത്തിലോ നല്ലതല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മൊമെൻറ്റ്സ്. ഇത് കഴിയുമ്പോൾ ശരിയാണ്, ഒരുപാട് വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ രസം ഉണ്ടാവില്ലേ? എനിക്കറിയാവുന്നതാകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ്. പഠിച്ചു കഴിഞ്ഞാൽ
ഏയ് ഇല്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ തനിക്കിപ്പോൾ ഹോസ്റ്റലിൽ കയറണ്ടേ? ഒരു മണിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥലം വരെ പോയാലോ? എവിടെ? സർപ്രൈസാണ്, ചോദിക്കരുത്. എങ്ങോട്ടാ? സർപ്രൈസാ, വാ വാ. സത്യം പറ, ഇവിടെ എന്താ? ഒന്നുമില്ല, ഒരു ബർത്ത്ഡേ സർപ്രൈസ്. എന്നാലും സ്പെസിഫിക്കലി എന്താ? സ്പെസിഫിക്കലി ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഓക്കെ. What are we? We are something inseparable. ഇത് മതി. This makes an interesting story. എന്ത് പടക്കം പിടിച്ചതോ? ഐ മീൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നതും പിന്നെന്താ, ഈ സ്ക്രിപ്റ്റിൽ തൻ്റെ സ്റ്റൈലിൽ നിന്ന് ഭയങ്കര ഡിഫറെൻറ്റാ. ഇതെന്താ ഷൂട്ടാക്കാഞ്ഞേ? അന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വാശിയുണ്ടായിരുന്നു. ഈ ഷൂട്ടിൽ ഒരു കോംപ്രമൈസും പാടില്ലെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ്. അങ്ങനെ ഇതുപോലെ വേറെ സ്ക്രിപ്റ്റ് ഉണ്ടോ? തൻ്റെ ഇൻ്റർവ്യൂക്ക് ഒരു സ്റ്റോറി പോരെ? അല്ല, ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതാ. അല്ല, തനിക്ക് എന്താ കഥയൊന്നുമില്ല? കഥയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പണ്ടത്തെ കഥ. ഇപ്പം ആലോചിക്കുമ്പോൾ കോമഡിയാണ്. ശരിയാണ്. ഹലോ. ദേ ഇപ്പം വരാം. ഓക്കെ എടോ, ശരി എന്നാൽ എനിക്ക് ടൈമായി, ഞാൻ വിടുക. കാണാം. ബൈ. ബൈ. എടോ, പിന്നെ ഇതൊന്നും പ്രിൻ്റ് ചെയ്ത് വരില്ലല്ലോ?